വിദ്യാലയം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതായിരുന്നു നമ്മുടെ വിദ്യാലയം. ഈ വിദ്യാലയങ്ങളുടെ മുഖച്ഛായ മാറി കേരളത്തിലാണ്. 45,000 ക്ലാസ് മുറികൾ ഹൈടെക്കായി മാറി. പ്രത്യേകിച്ച് നമ്മുടെ നിയോജക മണ്ഡലത്തിന്റെ MLA കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി കേരളത്തിലാകെ വിദ്യാലയങ്ങളിൽ വലിയ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രി എത്തിയ സാഹചര്യത്തിൽ ഓരോന്നും എണ്ണി പറയുന്നില്ല. ഇങ്ങനെ വികസന രംഗത്ത് ഭൂരിപക്ഷ സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തിൽ ഈ 101 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് നേതൃത്വം കൊടുത്ത നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും ഈ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള സഖാവ് വി ശിവൻകുട്ടി നമ്മുടെ സ്ഥാനാർത്ഥിയെ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. ഇനി വൈകി വേണമെങ്കിൽ ഒരു പ്രസംഗത്തിൽ ഞാൻ തീരുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഗോപകുമാറിന് ഒരുപാട് ഉത്തരമലയാളത്തിലെ വോട്ട് വിജയിപ്പിക്കണം. തിരുവനന്തപുരത്തിൻ്റെ ഒരു ചരിത്രമുണ്ട്. എന്നും ഇടതുപക്ഷമാണ് വിജയിച്ചിട്ടുള്ളത്. ഇപ്രാവശ്യവും ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു കൈപ്പഴ കൊണ്ട് നിയമമണ്ഡലത്തിലെ 4-5 വാർഡുകൾ BJP RSS ആണ് വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യം അതിനൊരു മാറ്റം ഉണ്ടാകണം. നിങ്ങളെല്ലാവരുടെയും പ്രവർത്തിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഈ കൺവെൻഷൻ ഞാൻ ഉദ്ഘാടനം ചെയ്താൽ കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം തരാതെ ഇവിടെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ 2000 രൂപ പെൻഷനായിക്കൊണ്ട് 62 ലക്ഷം പേർക്ക് കൊടുക്കുന്നതും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതും. ഒരു കുട്ടി വീടില്ലാത്തവർ ലിസ്റ്റിന് പരിഹാരം കാണണം, 1000 കൊടുക്കുന്നതിന് പരിഹാരം കാണണം. ഉത്തമ ബോധ്യമുള്ള, എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരെയും സഹോദര തുല്യം കാണുന്ന, എല്ലാവരോടൊപ്പം എപ്പോഴും ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്ന സഖാവ് ഗോപകുമാർ വിജയിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാം. അത് തരത്തിലില്ലാത്ത അവസ്ഥ എന്താണ്? ആദ്യമായി ഒരു ചാനൽ റിപ്പോർട്ടർ രംഗത്ത് വന്നു. എന്താണ്? അടുത്ത ദിവസം മുട്ടക്കുഴി പഞ്ചായത്തിൽ മധു എന്ന് പറയുന്ന ഒരാൾ വരമ്പിന്റെ സൈഡിൽ കുടില് കെട്ടിക്കിടക്കുന്നു. വലിയ വെല്ലുവിളിയായി. അവിടെ പഞ്ചായത്ത് മെമ്പർ കോൺഗ്രസ്സുകാരൻ. ആരാണ് അവിടെ മുട്ടക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ്? ഇടതുമുന്നണിയുടെ 2ാം ഭരണം പറഞ്ഞില്ലേ? നമ്മുടെ നാട്ടിൽ അതിദരിദ്രാവസ്ഥയിലേക്ക് ഒരു രേഖ പോലുമില്ലാതെ ഇന്ന് ആക്ഷേപത്തിന് കാരണമായ മധുവിന്റെ കുടുംബത്തെ സംബന്ധിച്ച് അവിടെ നടത്തിയ സർവേ റിപ്പോർട്ടിൽ ആ മധുവിന്റെ നിലവാരത്തിൽ നിന്ന് പട്ടിണി സൂചികയിൽ 105ാം സ്ഥാനത്തേക്ക് ഇന്ത്യ തലകുത്തി വീണ ഒരു ഘട്ടമാണ് ഇപ്പോഴത്തെ പുതിയ സർവേ ഫലം വന്നിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൽ നവംബർ 1-ാം തീയതി പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അടക്കം, മമ്മൂട്ടി അടക്കം സമൂഹത്തിന്റെ പ്രമുഖ വൃന്ദങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രഖ്യാപിച്ചു, അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനം നമ്മുടെ കേരളം. അത്ഭുതത്തോടെ 50 കൊല്ലത്തെ ഭരണം കൊണ്ട് ഒരു രാജ്യത്ത് അതിദരിദ്രരില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറാൻ പറ്റിയില്ല. അങ്ങനെ ഒരു കാലഘട്ടം ലോക രാജ്യങ്ങൾ